ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അംഗമായിരിക്കുന്ന കർമ്മലീത്ത സഭയുടെ ഒരു ലഘു ചരിത്രമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കർമ്മലീത്ത സഭയ്ക്ക് കൃത്യമായ ഒരു സ്ഥാപകനില്ല. ഇസ്രായേലിലെ കർമ്മലമലയിൽ ഏലിയ പ്രവാചകന്റെ തീഷ്ണതയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു പോന്ന ഒരു കൂട്ടം സന്യാസിമാരിൽ നിന്നാണ് ഈ സഭയുടെ തുടക്കം. നമുക്കറിയാം, 12-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് കുരിശുയുദ്ധത്തിൻ്റെ ഒരു സമയമായിരുന്നു. ഈ കുരിശുയുദ്ധത്തിന് വന്ന യുവാക്കൾ യുദ്ധത്തിന് ശേഷം തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് പോകാതെ എല്ലാം ഉപേക്ഷിച്ച് ഈ മലയിൽ ഈ സന്യാസികളുടെ കൂടെ കൂടി പ്രാർത്ഥനയിലും ഏകാന്തതയിലും തങ്ങളെ തന്നെ പൂർണ്ണമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ഏകാന്ത ജീവിതം നയിക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ സഹോദരന്മാർ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സഹോദരന്മാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ അതിനിങ്ങനെയാണ് പറയുന്നത്, ബ്രദേഴ്സ് ഓഫ് ദി ബ്ലെസ്ഡ് വെർജിൻ ഓഫ് മൗണ്ട് കാർമൽ. അങ്ങനെ 1209 ജെറുസലേമിൻ്റെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ ആൽബർട്ട് ഈ സന്യാസ സമൂഹത്തിന് ഒരു പ്രത്യേക നിയമം എഴുതി നൽകുകയും ചെയ്തു. തുടർന്ന് ഈ 12-ാം നൂറ്റാണ്ടിൽ പാലസ്തീനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വഷളായതോടുകൂടെ ഈ സന്യാസിമാർ അവിടെ നിന്നും കുടിയേറുവാൻ നിർബന്ധിതരായി. അങ്ങനെ അവർ യൂറോപ്പിലേക്ക് കുടിയേറി പാർത്തു. അവിടെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർക്ക് നേരിടേണ്ടി വന്നു. അന്നത്തെ പ്രയർ ജനറലായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കന്യകാമാതാവ് പ്രത്യക്ഷപ്പെട്ട് സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വസ്ത്രം നൽകുകയുണ്ടായി. അതിൻ്റെ പേരാണ് ഉത്തരി അല്ലെങ്കിൽ ബ്രൗൺ സ്കാപ്പുലർ. 1251 ജൂലൈ 16-നാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഈ ഉത്തരീയ നൽകിയത്. അങ്ങനെ കാലക്രമേണ സഭയുടെ അച്ചടക്കത്തിൽ ചില അയവുകളുണ്ടായി. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ ആവിലയിലെ അമ്മത്രേസ്യയും കുരിശിലെ വിശുദ്ധ യോഹന്നാനും കൂടെ ചേർന്ന് സഭയെ പഴയ തീഷ്ണതയിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു നവീകരണം ആരംഭിച്ചു. ഈ നവീകരണത്തിൻ്റെ ഫലമായി സഭ രണ്ടായി പിരിഞ്ഞു. ഒന്നാമത്തേത് ഓർഡർ ഓഫ് കാർമലൈറ്റ്സ് അഥവാ ഓക്കാം അല്ലെങ്കിൽ കർമ്മലീത്ത സഭ. രണ്ടാമത്തേത് ഓർഡർ ഓഫ് ഡിസ്കാഴ്സ്ഡ് കാർമലൈറ്റ്സ് OCD അഥവാ നിഷ്പാതുക കർമ്മലീത്ത സഭ. തുടർന്ന് ഏലിയ പ്രവാചകന്റെ തീഷ്ണത ഉള്ളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പുറപ്പെട്ടു. ചെല്ലുന്നയിടത്തെല്ലാം ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടത് അവർ ചെയ്തു കൊടുക്കുവാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഒത്തിരി ഭക്തിയും അവർ പ്രചരിപ്പിച്ചു. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം സംഭാവനകളാണ് കർമ്മലീത്ത സന്യാസികൾ ഈ ലോകത്തിന് സംഭാവന ചെയ്തത്. അടുത്തതായി കർമ്മലീത്ത സന്യാസികൾ ധരിക്കുന്ന തിരുവസ്ത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ലഘു വിവരണം കൂടെ നൽകി ഞാനിതങ്ങ് അവസാനിപ്പിക്കാം. ആദ്യമായി ഇവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരാണ് ട്യൂണിക്. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ധരിക്കുക എന്നാണ്. രണ്ടാമതായി അരയിൽ കെട്ടുന്ന ബെൽറ്റ്, ഇത് ബ്രഹ്മചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി തോളിന് മുൻവശത്തും പുറകിലുമായി ധരിക്കുന്ന ഉത്തരീയ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നാലാമതായി അതിനെല്ലാം മുകളിൽ ധരിക്കുന്ന ഈ തൊപ്പി ഘടിപ്പിച്ചിരിക്കുന്ന ഈ വസ്ത്രം, ഇതിൻ്റെ പേരാണ് കപ്പൂസ്. പണ്ടുള്ള കാലങ്ങളിൽ സന്യാസിമാർക്ക് പ്രതികൂല കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും അവരുടെ ആഹാര സാധനങ്ങൾ കൊണ്ടു നടക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്നും മാറി നിശബ്ദതയിൽ ഏകാഗ്രതയിൽ ദൈവവുമായി എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുവാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി ധരിക്കുന്നത് വൈറ്റ് മാൻറ്റിൽ, വെള്ള നിറത്തിൽ നീളമുള്ള കാപ്പ പോലെ ഇരിക്കുന്ന വസ്ത്രമാണ്. ഇത് പ്രധാനപ്പെട്ട തിരുനാളുകളിൽ മാത്രമേ ധരിക്കാറുള്ളൂ. ഇത് പരിശുദ്ധ അമ്മയുടെ നിർമ്മലതയും വിശുദ്ധിയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് കർമ്മലീത്ത സന്യസ്തരുടെ തിരുവസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ലഘു വിവരണം. പ്രിയ സുഹൃത്തുക്കളെ, ഏലിയ പ്രവാചകന്റെ തീഷ്ണതയോടുകൂടെ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണ സംരക്ഷണത്തോടുകൂടെ പ്രാർത്ഥനയിൽ സാഹോദര്യത്തിൽ സേവനത്തിൽ അടിയുറച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന കർമ്മലീത്ത സന്യാസ സമൂഹത്തിലേക്ക് ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏലിയ പ്രവാചകനെ പോലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തി പരിശുദ്ധ അമ്മയെപ്പോലെ ശുശ്രൂഷ മനോഭാവത്തോടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.